CPM-ന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന CM സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. നിലമ്പൂരിലാണ് അദ്ദേഹം. അവർ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസമില്ലാത്ത തരത്തിൽ തകർന്ന തരിപ്പണമായിരിക്കാണ് CPM. സ്ഥാനാർത്ഥിയില്ല. നിലപാടിൽ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് വി ഡി സതീശൻ. അനുരഞ്ജന നീക്കം തുടരുന്നുണ്ട് മുസ്ലിം ലീഗ്. PV അൻവറിന് വഴങ്ങില്ലെന്ന് വി ഡി സതീശൻ പറയുന്നു. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും ഇരിക്കുന്നുണ്ട്. ഞാൻ കേരള കോൺഗ്രസ് ആണ്. ഇപ്പോൾ ഞാൻ BJP കാരനോട് സംസാരിച്ചു. ഞാൻ അതിനകത്ത് അംഗത്ത് കൊടുക്കും, കുഴപ്പമില്ല. ഞാൻ BJP ഇനിയും തുടർന്ന് ഞാൻ BJP വർക്ക് ചെയ്യും. എന്തായാലും ഈ ഉറുമ്പിന്റെ തലയായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആനയുടെ വാലായിരിക്കുന്നതാണ്. സംഘപരിവാർ അനുകൂലിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കി മുസ്ലിം ലീഗ്. സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെയാണ് നിയമിച്ചത്. വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോ പെൻഷൻ 400-500 ഗവൺമെന്റ്, അത് ഉമ്മൻചാണ്ടിയുടെ 500-600 ഗവൺമെന്റ്, അത് ഉമ്മൻചാണ്ടി കൂട്ടി നല്ല പറയുന്നുള്ളൂ. കൊടുത്തു എന്നുള്ള വർത്താനം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണ്. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. അപകടമല്ലത്, സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണിത്. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഒരു മർഡറായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരില്ല, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ തരണ്ട. എന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, കേട്ടോ.